നമസ്കാരം. പി കെ മീഡിയയുടെ വോയിസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കാഞ്ഞൂർ പള്ളിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും കഥകളുമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കാഞ്ഞൂരിൻ്റെ ഐതിഹ്യ പശ്ചാത്തലങ്ങൾ നമുക്കൊന്ന് നോക്കാം. ക്രിസ്തു വർഷത്തിലെ ആദ്യ 5 നൂറ്റാണ്ടുകൾ തമിഴ് സാഹിത്യത്തിലെ സംഘകാലമെന്ന് അറിയപ്പെടുന്നു. അന്ന് കാഞ്ഞൂർ തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്നു. അതിർത്തികൾ കൃത്യമായി നിർണ്ണയിക്കാൻ സാധിച്ചില്ലെങ്കിലും വേണാട്, കുട്ടനാട്, പൂഴിനാട്, കുടനാട്, കർക്കളനാട് എന്നീ ഇങ്ങനെ അഞ്ചായി കേരളത്തെ തിരിച്ചിരുന്നു. എറണാകുളം, കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളും കാഞ്ഞൂർ, കാലടി, പെരുമ്പാവൂർ എന്നീ പ്രദേശങ്ങളും കുട്ടനാടിൻ്റെ ഭാഗമായിരുന്നു. ജലസാന്നിധ്യം ഏറെ ഉള്ളതിനാൽ ഇതിന് കുട്ടനാട് എന്ന് പേര് വന്നു എന്നാണ് വിശ്വാസം. കൗട്ടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ കേരളത്തെ പൊന്നു വിളയിക്കുന്ന മണ്ണായി പരാമർശിക്കുന്നുണ്ട്. വിദേശികൾ കറുത്ത സ്വർണമെന്ന് വിശേഷിപ്പിക്കുന്ന കുരുമുളക് ധാരാളമായി വിളയുന്ന ഭൂമിയാണ് കാഞ്ഞൂരിൻ്റേതെന്നും ഇവിടെ നിന്നും അത് ധാരാളമായി കയറ്റുമതി ചെയ്തിരുന്നു എന്നും യൂറോപ്യൻ ചരിത്രകാരനായ ഗുവേയുടെ രചനകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കാഞ്ഞൂർ പള്ളിയുടെ കഥ നോക്കാം. ആലുവ കാലടി റൂട്ടിലാണ് ക്രിസ്തുവർഷം 1001 സ്ഥാപിതമായ ഈ ചരിത്രപ്രസിദ്ധമായ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഭാരതീയ വാസ്തുശില്പ വിദ്യയുടെയും പേർഷ്യൻ നിർമ്മാണ ശൈലിയുടെയും സമന്വയത്തോടൊപ്പം പോർച്ചുഗീസ് ശില്പചാതുര്യവും ഒത്തുചേർന്ന നിർമ്മാണ രീതിയാണ് കാഞ്ഞൂർ പള്ളിയുടേത്. അതിപുരാതനമായ കൊത്തുപണികൾ കൊണ്ടും ഇലച്ചാറിലും പഴച്ചാറിലും തങ്കഭസ്മം ചാലിച്ചെടുത്തുണ്ടാക്കിയ ചിത്രപ്പണികൾ കൊണ്ടും അലങ്കൃതമായ അൾത്താരയാണ് ഇതിൻ്റേത്. താമരപ്പൂവിൻ്റെ രൂപത്തിലുള്ള ഒറ്റക്കൽ മാമോദിസ തൊട്ടി, വട്ടെഴുത്ത് ലിപിയിൽ തീർത്ത കല്ലറ തറക്കല്ലുകൾ, പുരാതന താളിയോലകൾ എന്നിവയെല്ലാം കാഞ്ഞൂർ പള്ളിയുടെ പ്രത്യേകതകളാണ്. AD 1896 എറണാകുളം വികാരിയത്ത് സ്ഥാപിച്ചപ്പോൾ ഇത് എറണാകുളം അതിരൂപതയുടെ ഭാഗമായിട്ട് മാറി. ഫൊറോന ദേവാലയമായ കാഞ്ഞൂർ പള്ളിക്ക് വലിയൊരു പള്ളിമേട പണിയുവാൻ തീരുമാനിക്കുകയും 1896 മെത്രാൻ പട്ടം സ്വീകരിച്ച ലൂയിസ് പഴയപറമ്പിൽ തിരുമേനി പള്ളിമേടയ്ക്ക് തറക്കല്ലിടുകയും ചെയ്തു. അതിപുരാതനമായ കാഞ്ഞൂർ പള്ളിയുടെ പാരമ്പര്യം വിളിച്ചോതുന്ന പ്രൗഢഗംഭീരമായ ബ്രിട്ടീഷ് മാതൃകയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള പള്ളിമേട പള്ളിയുടെ വടക്കേ മുറ്റത്ത് തല ഉയർത്തി നിൽക്കുകയാണ്. കാഞ്ഞൂർ പള്ളിയിലെ ശ്രദ്ധേയമായ ഒരു കാഴ്ചയാണ് അവിടുത്തെ മാമോദീസ കല്ല്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ഒറ്റക്കല്ലിൽ പണിതീർത്തതുമായ മാമോദീസ കല്ലിൽ മനോഹരങ്ങളായ പലതരം കൊത്തുപണികളുമുണ്ട്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപത്തിൻ്റെ ഐതിഹ്യം നോക്കാം. ഇറ്റലിയിലെ മിലാനിൽ നിന്നും പോർച്ചുഗീസ് മിഷണറിമാരാണ് കാഞ്ഞൂരിലെ പുണ്യവാൻ്റെ രൂപം ഇവിടെ കൊണ്ടുവരുന്നത്. കാഞ്ഞൂർ, അർത്തുങ്കൽ, അതിരമ്പുഴ എന്നീ ദേവാലയങ്ങളിലേക്കുള്ള രൂപങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ച് ഒരുക്കി ഉണ്ടാക്കിയതാണ്. 3 രൂപങ്ങളും ഒരുമിച്ചാണ് ഇറ്റലിയിൽ നിന്നും കപ്പൽ മാർഗം കൊണ്ടുവന്നത്. ഇതിലേതാണ് കാഞ്ഞൂരിലേക്കുള്ളത് എന്ന സംശയം മിഷണറിമാർക്ക് വന്നപ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടി കപ്പലിൽ വെച്ച് തന്നെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു രൂപം കാഞ്ഞൂരിൻ്റെ ദിശയിലേക്ക് തിരിഞ്ഞുവെന്നും ആ രൂപമാണ് കാഞ്ഞൂർ പള്ളിയിലേക്ക് കൊണ്ടുവന്നത് എന്നുമാണ് ഐതിഹ്യ കഥകൾ പറയുന്നത്. ഏതായാലും കാഞ്ഞൂരിൻ്റെ സെബസ്ത്യാനോസിൻ്റെ രൂപത്തെ വളരെ ഭക്ത്യാദരവോടെയാണ് എല്ലാവരും വണങ്ങി വരുന്നത്. കാഞ്ഞൂരിനെ സ്വയം തിരഞ്ഞെടുത്ത രൂപമായതിനാൽ ജാതിമത ഭേദമന്യേ എല്ലാവരും ഈ രൂപത്തോട് ആദരവ് പ്രകടിപ്പിക്കാൻ തുടങ്ങിയത്രേ. ആനവിളക്കിൻ്റെ ഐതിഹ്യങ്ങൾ നോക്കാം. കാഞ്ഞൂർ പള്ളിയിൽ വളരെ വിശേഷപ്പെട്ട ഒരു ആനവിളക്ക് കാണാൻ പറ്റും. തുടൽ വിളക്കിൻ്റെ തട്ടിൽ ആനപ്പുറത്ത് പുണൂൽ ധരിച്ച പൂജാരികൾ എന്നിങ്ങനെയാണ് ആനവിളക്ക്. തിരുനാൾ ദിവസങ്ങളിൽ ഈ വിളക്കിൽ എണ്ണയൊഴിച്ച് തിരികൊളുത്തി ഭക്തജനങ്ങളുടെ ദർശനത്തിനായി തൂക്കിയിടാറുണ്ട്. വിശ്വാസികൾ എണ്ണ തൊട്ട് രോഗശാന്തിക്കായി നെറുകയിൽ തേക്കാറുണ്ട്. ഈ വിളക്ക് പള്ളിക്ക് എവിടെ നിന്ന് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഐതിഹ്യമായിട്ട് മാറുക. ശക്തൻ തമ്പുരാൻ പള്ളിയിൽ നിന്നും അരമൈൽ അകലെയുള്ള കോവിലകത്ത് ഒരിക്കൽ എഴുന്നള്ളിയിരിക്കുകയായിരുന്നു. അന്ന് പള്ളിയിൽ പെരുന്നാളിൻ്റെ സമയമായിരുന്നു. ഇടമുറിയാതെയുള്ള കതിനാവെടിയുടെ ശബ്ദം കൊണ്ട് അന്തരീക്ഷമാകെ മുഖരിതമായി. ഇത് അസഹ്യമായി തോന്നിയ തമ്പുരാൻ കതിനകളെല്ലാം വാരി പുഴയിലെറിയുവാൻ കൽപ്പന കൊടുത്തു. സേവകർ കൽപ്പന നിറവേറ്റുകയും ചെയ്തു. എന്നാൽ പ്രദക്ഷിണം ആരംഭിച്ച് കതിന പൊട്ടിക്കേണ്ട സമയമായപ്പോൾ
വെള്ളത്തിൽ കിടന്ന് കതിനകൾ പൊട്ടാൻ തുടങ്ങി എന്നാണ് ഐതിഹ്യം. ഈ അത്ഭുത സംഭവം അറിഞ്ഞ തമ്പുരാൻ പുണ്യവാന് കാഴ്ച കൊടുത്തതാണത്രേ ആനവിളക്ക്. ഇതാണ് ഒരൈതിഹ്യം. മറ്റൊരു ഐതിഹ്യം കൂടി ആനവിളക്കുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. അതിപ്രകാരമാണ്. പള്ളിയുടെ കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും 2 പടിപ്പുരകൾ ഉണ്ടായിരുന്നു. ശക്തൻ തമ്പുരാൻ അതുവഴി എഴുന്നള്ളിയപ്പോൾ കിഴക്കേ പടിപ്പുരയിൽ നിന്ന് ആരോ തിരുവുള്ളക്കേടുണ്ടാക്കി. കോപിഷ്ഠനായ രാജാവ് പടിപ്പുര പൊളിച്ചു കളയുവാൻ കൽപ്പന കൊടുത്തു. പള്ളിയുടെ പടിപ്പുര പൊളിച്ച സമയത്ത് കോവിലകത്തെ പടിപ്പുര അവിടുത്തെ ആന തന്നെ തകർത്ത് കളഞ്ഞു. ഇത് കണ്ട് തമ്പുരാൻ കരപ്രമാണിയും കമ്പോളം തലവനുമായ കാഞ്ഞൂർ തരകനെ വിളിച്ചു വരുത്തി വിവരമാരാഞ്ഞു. കാഞ്ഞൂരിലെ സെബസ്ത്യാനോസ് അത്ഭുത ശക്തിയുള്ള ദിവ്യനാണെന്നും അവിടുത്തെ പണിയാണ് ഇതെന്നും തരകൻ തമ്പുരാനെ ഉണർത്തിച്ചു. ഈ കോപത്തിൽ നിന്ന് രക്ഷ നേടുവാനായി തമ്പുരാൻ പള്ളിക്ക് ദാനം ചെയ്തതാണ് ഈ ആനവിളക്ക് എന്നും ഒരു ഐതിഹ്യമുണ്ട്. കൂടാതെ പള്ളിയിരിക്കുന്ന സ്ഥലം കരമൊഴിവായി കൽപ്പിച്ചനുവദിക്കുകയും ചെയ്തു അത്രേ. ടിപ്പുവിൻ്റെ പിന്മാറ്റ കഥ നോക്കാം. ടിപ്പു സുൽത്താൻ പടയോട്ട സമയത്ത് അദ്ദേഹം കീഴടക്കിയ പ്രദേശങ്ങളിലെ പള്ളികളിലും അമ്പലങ്ങളുമെല്ലാം തകർത്തിരുന്നു. 1790-ൽ ടിപ്പു സുൽത്താൻ കാഞ്ഞൂർ പള്ളി ആക്രമിക്കാൻ പടയുമായി എത്തി. ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് കാഞ്ഞൂർ പള്ളി ആക്രമിക്കാൻ പടവാളുയർത്തിയ സുൽത്താൻ പുണ്യവാൻ്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് വിശ്വാസികൾ ശക്തമായി പറയുന്നത് കേട്ടു. നിങ്ങളുടെ പുണ്യവാൻ ശക്തമാണെങ്കിൽ വിളി കേൾപ്പിക്കൂ എന്ന് സുൽത്താൻ ആവശ്യപ്പെട്ടു. മാത്രവുമല്ല, അവിടെയുള്ളത് ഒരു ജീവനില്ലാത്ത പ്രതിമ മാത്രമാണെന്നും അതിന് ശക്തിയുണ്ടെങ്കിൽ തന്നോട് സംസാരിക്കട്ടെ എന്നും സുൽത്താൻ ആക്ഷേപിച്ചലറി വിളിച്ചു. അപമാനിതരും ഭയചകിതരുമായ വിശ്വാസികൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം കമിഴ്ന്നു വീണ് കൂട്ട നിലവിളിയോടെ അപേക്ഷിച്ചു. വിളിച്ചാൽ വിളി കേൾക്കുന്ന കാഞ്ഞൂരിലെ സെബസ്ത്യാനോസ് പുണ്യവാൻ ജനത്തിൻ്റെ വിളി കേൾക്കുകയും സുൽത്താനോട് ശബ്ദമുയർത്തി എനിക്കിവിടെ സ്വസ്ഥമായി ഇരുന്നുകൂടെ എന്ന് ചോദിക്കുകയും ചെയ്തു അത്രേ. അത് കണ്ട് അത്ഭുതപ്പെട്ട് സുൽത്താൻ പള്ളിയെ ആക്രമിക്കാതെ പോയി എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. അങ്ങനെയാണ് വിളിച്ചു വിളി കേട്ടു എന്ന പ്രയോഗമുണ്ടായത്. വെളിച്ചപ്പാടിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ ഐതിഹ്യമാണ് ഇനി പറയുക. കൊച്ചി രാജാവ് ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കെ കാഞ്ഞൂരിലെ കോവിലകത്ത് പരിഹാരക്രിയകൾക്കായി ശ്രമിച്ചപ്പോൾ വെളിച്ചപ്പാട് തുള്ളിക്കൊണ്ട് കാഞ്ഞൂർ പുണ്യവാൻ്റെ കോപമുണ്ട് എന്ന് പറഞ്ഞു. അത് അംഗീകരിക്കുവാൻ രാജാവിന് സാധിച്ചില്ല. എന്നാൽ വെളിച്ചപ്പാട് തുള്ളിപ്പറഞ്ഞതിൽ സത്യമുണ്ടാകുമെന്ന് കൂടെയുണ്ടായിരുന്നവർ ഉണർത്തിച്ചപ്പോൾ പുണ്യവാന് തന്നോട് കോപം ഉണ്ടാകേണ്ടതില്ലെന്നും അങ്ങനെ ഉണ്ടെങ്കിൽ അത് പുണ്യവാൻ കേൾപ്പിക്കട്ടെ എന്നും തമ്പുരാൻ പറഞ്ഞു. തമ്പുരാൻ പറഞ്ഞ കാര്യങ്ങൾ തമ്പുരാൻ്റെ ആൾക്കാരിൽ ചിലർ പള്ളിയിൽ വന്നു പറഞ്ഞു. ഇക്കാര്യം പറഞ്ഞ പള്ളി അധികാരികൾ, പ്രത്യേകിച്ച് കപ്പ്യാർ, തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. തമ്പുരാൻ്റെ ആളുകൾ നിൽക്കുമ്പോൾ കപ്പ്യാർ വിളിക്കുകയും പുണ്യവാൻ വിളി കേൾക്കുകയും ചെയ്തു. അതോടെ വെളിച്ചപ്പാടിൻ്റെ വെളിപ്പെടുത്തൽ തമ്പുരാൻ അംഗീകരിച്ചു എന്നൊരു ഐതിഹ്യമുണ്ട്. കർത്താക്കന്മാരുടെ അവധി അനുവാദത്തിൻ്റെ ഐതിഹ്യമാണ് ഇനി പറയുക. പുണ്യവാൻ്റെ തിരുനാൾ ദിനത്തിൽ നാടുവാഴികളായ കർത്താക്കന്മാർക്ക് പുല്ലുവെട്ടാൻ പോകാൻ അങ്ങാടി നിവാസികൾ വിസമ്മതം കാണിച്ചു. വിളിച്ചാൽ വിളി കേൾക്കുന്ന പുണ്യവാൻ്റെ തിരുനാൾ ദിവസം തങ്ങൾക്ക് പണിക്ക് പോകാൻ പറ്റില്ലെന്ന് അവർ ശഠിച്ചു. പണിക്ക് ചെന്നില്ലെങ്കിൽ ഉണ്ടാകാനിരിക്കുന്ന പ്രത്യാഘാതങ്ങളെപ്പറ്റി കർത്താക്കന്മാർ പറഞ്ഞു. എന്നിട്ടും അങ്ങാടി നിവാസികൾ മടി കാണിച്ചപ്പോൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന പുണ്യവാനാണെങ്കിൽ തങ്ങൾക്കും അത് കേൾക്കണമെന്നും അങ്ങനെ കേൾക്കാൻ സാധിച്ചാൽ തിരുനാളിൽ പങ്കെടുക്കുന്നതിന് ജോലിയിൽ നിന്നും അവധി നൽകാമെന്നും കർത്താക്കന്മാർ പറഞ്ഞു. ഇത് കേട്ട വിശ്വാസികൾ ഉള്ളുരുകി പുണ്യവാനെ വിളിച്ചപ്പോൾ വിളി കേട്ടെന്നും കർത്താക്കന്മാർ വിശ്വാസികൾക്ക് തിരുനാളിൽ പങ്കെടുക്കുന്നതിന് അനുവാദം അവധി നൽകിയെന്നുമാണ് ഐതിഹ്യം. അമ്പുകട്ട കള്ളനെ പോലെ എന്ന ഒരു പ്രയോഗമുണ്ട്. അതിൻ്റെ കഥയാണ് ഇനി പറയുക. കാഞ്ഞൂർ ഭാഗത്ത് കേൾക്കാറുള്ള ഒരു ശൈലിയാണ് അമ്പുകട്ട കള്ളനെ പോലെ എന്നത്. അതിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട്. കാഞ്ഞൂരിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അമ്പ് വിശ്വാസ മൂല്യം കൊണ്ടും സാമ്പത്തിക മൂല്യം കൊണ്ടും ഔന്നത്യമുള്ളതാണ്. അതിൻ്റെ സാമ്പത്തിക നേട്ടം ലക്ഷ്യം വെച്ച് ഒരിക്കൽ ഒരുത്തൻ പുണ്യവാൻ്റെ അമ്പ് മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും തളിപ്പാറ പാലം കടക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അവിടെ എത്തിയാൽ ദിശാബോധത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാവുകയും വളരെ ശ്രമിച്ചിട്ടും പാലം കടക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തു. തൻ്റെ കുറ്റകരമായ പ്രവൃത്തിയാണ് ഈ പ്രശ്നത്തിന് കാരണമെന്ന് മനസ്സിലാക്കിയ അയാൾ പശ്ചാത്തപിച്ച് തിരികെ വന്ന് അമ്പ് പള്ളി അധികാരികളെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. അതിൽ പിന്നെയാണ് അമ്പുകട്ട കള്ളനെ പോലെ എന്ന പ്രയോഗം ഉണ്ടായത്. ഇത് സാധാരണഗതിയിൽ പ്രയോഗിക്കുക അലസരായി തൊഴിലുകളിൽ ഏർപ്പെടാതെ ജീവിക്കുന്നവരെ ഉദ്ദേശിച്ചിട്ടാണ്.
ഏതായാലും അയാൾ പശ്ചാത്തപിച്ചത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദിശാബോധം ഉണ്ടാവുകയും തിരിച്ചു പോവുകയും ചെയ്തു. ഏതായാലും ഇപ്പോഴും അലസരായി കഴിയുന്ന ആളുകളെ അമ്പുകെട്ട കള്ളനെ പോലെ നടക്കുന്നു എന്ന് പ്രയോഗിക്കാറുണ്ട്. തിരുനാളിനെത്തുന്ന പരുന്തുകളുടെ ഐതിഹ്യം നോക്കാം. കാഞ്ഞൂർ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രസിദ്ധമായ ഐതിഹ്യമാണ് തിരുനാളിനെത്തുന്ന പരുന്തുകൾ. ജനുവരി 20 ഉച്ചയ്ക്ക് 12 മണിക്ക് ഇറങ്ങുന്ന പ്രദക്ഷിണത്തിന് പുണ്യവാനെ അകമ്പടി സേവിക്കാൻ എല്ലാ വർഷവും മുടങ്ങാതെ പരുന്തുകൾ എത്തുന്നുണ്ട്. പ്രദക്ഷിണ സമയം പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നതും നട്ടുച്ചയ്ക്കും നക്ഷത്രങ്ങൾ തെളിഞ്ഞു കാണുന്നതുമൊക്കെ തീർത്ഥാടകരെ വലിയ ആനന്ദ നിർവൃതിയിൽ ആറടിക്കാറുണ്ട്. ഈ പരുന്തുകൾ വരുന്നതിനും ഒരു ചരിത്രകഥയുണ്ട്. പരുന്തുകളെ വിശുദ്ധ സെബസ്ത്യാനോസിന് വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്പെയ്തിട്ടും മരിക്കാതെ വന്നപ്പോൾ ഗത കൊണ്ട് തലയ്ക്കടിച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. കഴുകന്മാരും നരികളും ഉപദ്രവിക്കാതെ ആ ശരീരത്തിന് ചുറ്റും പരുന്തുകൾ കാവൽ നിന്നു എന്നാണ് പറയപ്പെടുക. നട്ടുച്ചയ്ക്കും നക്ഷത്രങ്ങൾ മിന്നുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ സെബസ്ത്യാനോസ് മരിച്ച ജനുവരി 20 തിരുനാൾ കൊണ്ടാടുന്ന കാഞ്ഞൂർ പള്ളിയിലെ പുണ്യവാൻ്റെ തിരുസ്വരൂപം ഇറങ്ങുമ്പോൾ മുതൽ പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നതും നക്ഷത്രങ്ങൾ തെളിയുന്നതും എന്നാണ് ഭക്തരുടെ വിശ്വാസം. കാഞ്ഞൂർ പള്ളിയുടെ അടുത്തുള്ള പുതിയടം ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതി കാഞ്ഞൂർ പുണ്യവാൻ്റെ സഹോദരിയാണെന്നും ഈ നാട്ടിലെ ആണെന്നാണ് ഹിന്ദുമത വിശ്വാസികളുടെ വിശ്വാസം. ജനുവരി 20 പുണ്യവാൻ്റെ പ്രദക്ഷിണം പുതിയടം അങ്ങാടിയിലെത്തുമ്പോൾ രൂപം അമ്പലത്തിൻ്റെ നേർക്ക് തിരിച്ചു നിർത്തുകയും ക്ഷേത്രകോവിൽ തുറന്ന് സഹോദരങ്ങൾ വർഷത്തിലൊരിക്കൽ തമ്മിൽ ദർശനം നടത്തുന്ന ചടങ്ങ് നടത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഈ സമയം റോഡിൻ്റെ ഇരുവശവും താലപ്പൊലിയേന്തിയ സ്ത്രീകൾ നിരനിരയായിട്ട് നിൽക്കാറുണ്ട്. അതോടൊപ്പം അവിടുത്തെ ഹിന്ദുമത വിശ്വാസികൾ ഓരോരുത്തരായി വന്ന് പുണ്യവാൻ്റെ രൂപത്തിൽ മാലകൾ ചാർത്തി പ്രാർത്ഥിക്കാറുണ്ട്. ആരുടെയും മനസ്സലിയിക്കുന്ന ഒരു മതൈക്യത്തിൻ്റെ പ്രതീകമാണ് അവിടെ കാണുക. ഈ കാഞ്ഞൂരിലെ ഐതിഹ്യങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.